കാനറ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നപ്പോ പോള് മാസം 1500 രൂപ തന്നോണ്ടിരുന്നതാ. ഇപ്പൊ സ്വന്തമായിട്ട് ബാങ്ക് തുടങ്ങിയപ്പോ വരവാനമൊട്ട. കൊട്ടാരം പോലത്തെ ഒരു വീട് പണിയാൻ കാശുണ്ട്. നിങ്ങൾ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? പിന്നെ ഉവ്വ. ഇത് എന്നതാ ഈ വായിച്ചു പഠിക്കുന്നേ? ഇത് റോയ് എഴുതിയൊരു തിരക്കഥയാ. തിരക്കഥയോ? അതെന്നാ കഥയാ? തിരക്കഥെന്ന് പറഞ്ഞാ ഈ TV സീരിയൽ പിടിക്കാനുള്ള കഥ. അപ്പനും മോനും കൂടി ഇനിയിപ്പോ അതായോ പരിപാടി? 10 പൈസ ഇനി അവന് വേണ്ടി ഞാൻ തരികയില്ല. വീട് മുടിക്കാനുണ്ടായ പുത്രനാ. സിനിമയിൽ ചേർന്ന ലക്ഷങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേ? ഏത് കുടുംബത്തെ നശിപ്പിക്കാൻ ഒരെണ്ണം ഉണ്ടായിരിക്കുമല്ലോ. അതിനു മുമ്പ് കണ്ണടച്ചാ മതിയായിരുന്നു എന്റെ കർത്താവേ. ദേ, ഇന്ന് ജോണിക്ക് കൊടുത്ത 15,000 രൂപ ബീനയ്ക്ക് ഞാൻ തിരിച്ചു കൊടുത്തു. അവിടെ മനസ്സിൽ വേറെ ചില കാര്യങ്ങളാ. എന്താ? ആ പെണ്ണിനെ റോയെ കൊണ്ട് കെട്ടിച്ചാ കൊള്ളാവുന്നുണ്ടോ അവക്ക്? എന്നാ ചിരിക്കുന്നേ? ആ മോഹം മനസ്സിൽ വെച്ചാ മതി കേട്ടോ. എന്റെ മോന് നല്ല ഒന്നാന്തരം കുടുംബത്തിൽ നിന്ന് നല്ല ചക്രവർത്തിമാരുടെ മക്കളെ കിട്ടും. അവനെന്താ ആ പെണ്ണിനെ പോലെ കെട്ടാച്ചിറക്കായിട്ട് നിൽക്കുക? അത് ഞാനത് വേണമെന്നല്ലോ പറഞ്ഞോ? പിന്നെന്നാ അത് പറഞ്ഞപ്പോ ഒരു കെണി. ഞാൻ പിന്നെ കരയണോടി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ട്യൂഷൻ മാസ്റ്ററോടെ മലമ്പഴയ്ക്ക് പോയ വിത്താ. സന്ധ്യയ്ക്ക് മുമ്പ് കൈയോടെ പിടികിട്ടിയത് ഭാഗ്യം. ഇല്ലെങ്കിൽ കൊച്ചുപ്പോ ഒരു കൊച്ചിനെ കൊണ്ട് നടന്നേനെ. നീ എന്ത് പറഞ്ഞു? ഞാനാണോ പറയണ്ടേ? അപ്പനോട് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ കുരിശെടുത്ത് എന്റെ തലേ വെച്ച്